ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചില്ലി ഫ്ലേക്സ് എങ്ങനെ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. നമ്മൾ ചില്ലി ഫ്ലേക്സ് പല റെസിപ്പികൾ യൂസ് ചെയ്യാറുണ്ട്. നാടൻ റെസിപ്പിയായ മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ പിസ്സയൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 50 ഗ്രാം ഉണക്കമുളക് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. അതെടുത്തതിന് ശേഷം അതിൻ്റെ ഞെട്ടെല്ലാം നന്നായിട്ടൊന്ന് ഒടിച്ച് കളയണം. അപ്പോൾ ഈ ഒരു ചില്ലി ഫ്ലേക്സിനായിട്ട് നമ്മൾ വറ്റൽ മുളകാണ് ഉപയോഗിക്കുന്നത്. കാശ്മീരി മുളക് അതായത് പിരിയൻ മുളക് ഉപയോഗിക്കാറില്ല. ഇനി ഞെട്ടെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇടുക. അപ്പോൾ എല്ലാ മുളകിൻ്റെയും ഞെട്ടെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഒരു 2 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലൊരു മണമൊക്കെ വരും. ഈ മുളക് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ചെറിയൊരു ചൂടോടുകൂടി തന്നെ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ട് ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകരുത്. ഒരു 4 തൊട്ട് 5 പൾസ് വരെ നിർത്തി നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി അങ്ങ് പൊടിഞ്ഞ് പൗഡർ പോലൊന്നും ആയിപ്പോകരുത്. ഇതുപോലെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഒത്തിരി പൊടിഞ്ഞൊന്നും പോകാതെ സൂക്ഷിക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചില്ലി ഫ്ലേക്സ് റെഡിയായി. നമുക്ക് നിറയെ നാൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ജാറിലിട്ട് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ചെറിയൊരു ബോട്ടിലാണ് ഇത് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നിറയെ നാളിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് പല റെസിപ്പികളിൽ ഇത് ഉപയോഗിക്കാം. നമ്മുടെ മെഴുക്ക് പുരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ പിസ്സ, അതുപോലെ ഗാർലിക് ബ്രെഡ്, ഇതൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കാതെ വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കാതെ വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഷാനിയസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്